റെക്കോർഡ് ഹൈയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റ് ഇന്ന് റെക്കോർഡ് ഹൈയിൽ നിന്നും ഏകദേശം 110 പോയിന്റ് ഇടിഞ്ഞ് 23,521 ക്ലോസിംഗ് നൽകി. ഇന്ന് മാർക്കറ്റ് 23,630 എന്ന ഓൾ ടൈം ഹൈ റെക്കോർഡായിരുന്നു ജനറേറ്റ് ചെയ്തത്. ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. ഇന്ത്യ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലും നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിലും ബിലോ നോർമൽ മൺസൂണാണ് പ്രതീക്ഷിക്കേണ്ടത്. ബിലോ നോർമൽ മൺസൂൺ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇടിഞ്ഞത്. നിഫ്റ്റി നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ബാങ്ക് നിഫ്റ്റി 1% മുകളിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 0.72% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. മിഡ് ക്യാപ് സ്റ്റോക്ക് 0.85%, അല്ലെങ്കിൽ മിഡ് ക്യാപ് ഇൻഡിസസ് 0.85%, സ്മാൾ ക്യാപ് ഇൻഡിസസ് 0.38% ഇടിഞ്ഞു. ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയത് HDFC ബാങ്ക് ആയിരുന്നു. HDFC ബാങ്ക് ഇന്ന് 3% ഉയർന്ന് 1,657 ക്ലോസിംഗ് നൽകി. 12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.41, 52 വീക്ക് ഹൈ 1,757, 52 വീക്കിലോ 1,363. HDFC ബാങ്കിനെ ഇൻവെസ്റ്റേഴ്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിക്കായിട്ടാണ് വിലയിരുത്തുന്നത്. ഒന്ന്, ഹിസ്റ്റോറിക് ചീപ്പർ വാല്യൂഷനിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ HDFC ബാങ്ക് ഒരു സേഫ് ബെറ്റാണ്. ഈ രണ്ട് ഫാക്ടറുകളും പരിശോധിച്ചാണ് ഇൻവെസ്റ്റേഴ്സ് ഇന്നത്തെ ദിവസം HDFC ബാങ്കിൽ ഉയർന്ന ബൈയിങ് നടത്തിയത്. അതുപോലെ തന്നെ HDFC ബാങ്ക് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 1,596 ക്ലോസിംഗ് നൽകിയത്. അവിടെ നിന്നും 2024 പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 6% നെഗറ്റീവ് റിട്ടേൺ നൽകി. 2024 ICICI ബാങ്ക് 10% പോസിറ്റീവ് റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 20% റിട്ടേണും നൽകിയപ്പോൾ HDFC ബാങ്ക് 2024 6% നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. ഇവിടെ HDFC ബാങ്കിൻ്റെ വാല്യൂഷൻ ചീപ്പർ സൈഡിലാണ്. ഹിസ്റ്റോറിക് വാല്യൂഷനേക്കാൾ 20 മുതൽ 30% ഡിസ്കൗണ്ടിലും HDFC ബാങ്ക് ലഭിക്കുന്നു. ഇതോടൊപ്പം തന്നെ HDFC ബാങ്ക് അണ്ടർ പെർഫോം ചെയ്ത സമയത്ത് മ്യൂച്വൽ ഫണ്ടുകൾ HDFC ബാങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. HDFC ബാങ്കിൽ മാത്രമല്ല കോട്ടക് മഹീന്ദ്ര ബാങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 55.50% നിന്നും 55.54% ഉയർത്തുകയും ചെയ്തു. HDFC ബാങ്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. 1750 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 1750 എന്ന ലെവൽ മറികടന്നാൽ 1885 എന്ന ലെവലിലേക്ക് ഉയരും എന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത്. ചാർട്ട് പാറ്റേൺ നോക്കിയാൽ 1750 പ്രധാന റെസിസ്റ്റൻസ്. സ്റ്റോക്ക് പല പ്രാവശ്യം ഈ ലെവലിന് അടുത്തെത്തിയെങ്കിലും അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയായിരുന്നു. ഇവിടെ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 1400-നും 1750-നും ഇടയിൽ HDFC ബാങ്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.